ഫുൾ പിമ്പിൾസും ഡാർക്ക്നെസ് ഒക്കെ ഞാൻ ഇവിടെ ഫോട്ടോ ഇടട്ടെ. ഇതേപോലെ ആയിരുന്നു എന്നെ കാണാൻ. പാലിഞ്ച പിന്നെ ഒരു സാധാരണ ഇഞ്ച, അത് ചുവന്ന കളറിലിരിക്കും. അപ്പൊ ചുവന്ന കളറിലിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതാണ് വെള്ളത്തിന്റെ കളർ വരുന്നത്, കണ്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കോൾസിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്കിൻ കെയർ റുട്ടീൻ ആണ് കേട്ടോ. അതായത് എന്റെ പ്രഗ്നൻസിയിൽ ഭയങ്കര മോശമായിരുന്നു സ്കിന്നിന്റെ അവസ്ഥ. ഫുൾ പിമ്പിൾസും ഡാർക്ക്നെസ് ഒക്കെ ഞാൻ ഇവിടെ ഫോട്ടോ ഇടട്ടെ. ഇതേപോലെ ആയിരുന്നു എന്നെ കാണാനായിട്ട്. ഇത് നമ്മൾ പിന്നെ ഫോൺ എടുക്കുന്ന ഫിൽറ്ററും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇതിന് മോശമായിരുന്നു നേരിട്ട് കാണാനായിട്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് പേടിച്ചിട്ട് നോക്കാം. അതേപോലെ ആയിരുന്നു, ഫുൾ പിമ്പിൾ ആയിരുന്നു മുഖത്ത്. പിന്നെ ഡാർക്ക്നെസ് എല്ലാം ഉണ്ടായിരുന്നു സ്കിന്നിൽ. അതായത് മുഖത്ത് മാത്രമല്ല പിമ്പിൾസ് ഉണ്ടായിരുന്നത്, ഇവിടെ നിന്നിട്ട് കല്ലടി വരെ ഫുൾ ഇതേ പിമ്പിൾസ് ആയിരുന്നു. പ്രഗ്നൻസിയിൽ വന്ന ചേഞ്ച് ആണ് കേട്ടോ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി തന്നെ പോവുകയും ചെയ്തിട്ട് പാടുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മുഴുവൻ പോകാനായിട്ട് ഇത് പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു ഗ്ലോ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്റെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ പിമ്പിൾ പോലും ഇല്ല. പിന്നെ ഉള്ളത് ഈ ഡാർക്ക് സർക്കിൾസ് ആണ്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് മുതലേ ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ബേബി ഉണ്ട്, അവർക്ക് ഒട്ടും ശരിയാവണില്ല, ഒട്ടും ചുട്ടും ശരിയാവണില്ല. അപ്പൊ അതിന്റെ ഒരു ഡാർക്ക് സർക്കിൾസ് ആണുള്ളത്. അത് എന്തായാലും നമ്മൾ പോവില്ല. നമ്മളിപ്പോ എന്ത് ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് പോകാൻ ചാൻസ് ഇല്ല. ഉറക്കം ശരിയായാലാണ് നമ്മുടെ ഡാർക്ക് സർക്കിൾസും ശരിയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പകം കൂടി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് വല്ല റെമഡീസ് ഉണ്ട് ഉറക്കം ശരിയാവാത്ത ഡാർക്ക് സർക്കിൾസ് പോകാനുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്താണ് എന്റെ സ്കിൻ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ പ്രസവം കഴിഞ്ഞാൽ നമ്മൾ പ്രസവരക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പൊ അതും റിലേറ്റഡ് ആണ്. ഫുൾ ആയുർവേദമാണ് കേട്ടോ. നമ്മൾ ഒന്നും കെമിക്കൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫുൾ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പ്രസവം കഴിഞ്ഞിട്ട് വീട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ കണ്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മേത്ത് എന്താ തേക്കണം നോക്കാം കേട്ടോ. മേത്ത് ഞാൻ സാധാരണ നമ്മൾ ധന്വന്തരം കുഴമ്പാണ് തേക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, ധന്വന്തരം കുഴമ്പ് വെച്ചിട്ട് മഞ്ഞൾ തേച്ചിട്ട് കളയൂല്ലേ, മഞ്ഞൾ അരട്ടി മധുരം തേച്ചിട്ട്. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ധന്വന്തരം കുഴമ്പില് മഞ്ഞൾ കാച്ചിട്ട് എടുക്കാണ്ടോ അറ്റടേം. കാരണം നമ്മൾ കുഴമ്പ് തേച്ച് മഞ്ഞൾ തേച്ച് അത് നമ്മൾ കുറച്ച് ദിവസം ചെയ്യായിരിക്കും. പിന്നെ നമുക്ക് അങ്ങോട്ട് മടിയാവില്ല ചെയ്യാനായിട്ട്. പിന്നെ ബേബി ഉണ്ട്, ബേബി എനിക്ക് അവന് പാല് കൊടുക്കണം അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇത് ധന്വന്തരം കുഴമ്പാണ്. ഈ കുഴമ്പിലൊരു നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, മേത്ത് തേച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് കുഴമ്പ്. ഇതൊരു മഞ്ഞ കളർ നിങ്ങൾ കാണും. നാൽപ്പാമരത്തിന് ഞാൻ സാധാരണ കുഴമ്പിന്റെ കൂടെ ഒരു മഞ്ഞ കളർ കാണാം അല്ലെ. ഇത് നമ്മൾ ധന്വന്തരത്തിന് കൂടെ മഞ്ഞ കളർ കാണും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ധന്വന്തരം നമ്മൾ വാങ്ങിച്ചിട്ട് മഞ്ഞളിട്ട് കാച്ചിയതാണ് കേട്ടോ. അത് തേച്ചിട്ടാണ് നമ്മൾ എന്നും കുളിക്കുന്നത്. സ്കിന്നിന് വേണ്ടി നമ്മൾ അതാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ കൈ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മഞ്ഞളിട്ടിട്ട് നമ്മള് ഒരു മഞ്ഞ കളർ കണ്ടു കുഴമ്പില് മഞ്ഞളിട്ട് കാച്ചിയതാണ്. അപ്പൊ നമുക്ക് എക്സ്ട്രാ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മഞ്ഞളിട്ട് തേക്കൊന്നും വേണ്ട. അപ്പൊ നിങ്ങൾ തിരക്കി കുഴമ്പൊക്കെ ഇട്ടിട്ട് ഞാൻ സോപ്പാണ് ഇടുന്നത്. സോപ്പ് അല്ല ഇടുന്നത്. ഇത് മഞ്ഞളും കുഴമ്പും കൂടി കാച്ചി കുഴമ്പ് ഫുൾ ടൈം ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ്റൂം കയറിയിട്ട് ഫുൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം വെയിറ്റ് ചെയ്യുന്ന, ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ബേബി ഉണ്ട്, ബേബി എനിക്കുള്ള ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് ഞാനൊരു 15 മിനിറ്റ് ഒക്കെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഫുൾ മേത്ത് അപ്ലൈ ചെയ്തിട്ട് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വയറ്, കാല്, എല്ലായിടത്തും കഴുത്ത്, എല്ലായിടത്തും നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യും. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതൊക്കെ തേച്ച് കളയാനായിട്ട്, ഇതൊക്കെ തേച്ച് നമുക്ക് എണ്ണമയൊക്കെ ഉണ്ടാവുമല്ലോ, അത് കളയണം. സോപ്പ് ഇടുന്നേക്കാൾ എന്തുകൊണ്ടും ഫാർ ബെറ്റർ ചെറുപയർ പൊടിയാണ്. ഇതാണ് ചെറുപയർ പൊടി കേട്ടോ. ഇത്ര ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ മേത്ത് കൂടെ അപ്ലൈ ചെയ്യും വെള്ളം ഒഴിച്ചിട്ട്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് അപ്ലൈ ചെയ്യണമ്പോ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ചെറുപയർ വാങ്ങിച്ച് വീട്ടിൽ ചൂടത്തിട്ട് തസിനുമ്പോൾ ചൂടത്തിട്ട് ഉണക്കി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതാണ് നമ്മൾ ചെറുപയർ പൊടി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ഞാൻ തേച്ച് കുളിക്കുന്നത്, നമ്മൾ ചകിരി ഉപയോഗിച്ചിട്ടല്ല തേച്ച് കുളിക്കുക. തേച്ച് കുളിക്കുന്നത് ഒരു പ്രത്യേക സാധനം കൊണ്ടാണ് കേട്ടോ. അതും കാണിച്ചു തരാം. പറയാം, കുറെ പേര് അറിയുന്നവരുണ്ടായിരിക്കും, അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തേച്ച് കുളിക്കുന്ന സാധനം കാണിച്ചു തരാം. അപ്പൊ തേച്ച് കുളിക്കുന്നത് ഇത് ചകിരി അല്ല, ഇതാണ് ഇഞ്ചി. ഇഞ്ചി നമ്മൾ 2 തരത്തിലുണ്ട്. ഒന്ന് പാലിഞ്ച, പിന്നെ ഒരു സാധാരണ ഇഞ്ച. അത് ചുവന്ന കളറിലിരിക്കും. അപ്പൊ ചുവന്ന കളറിലിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നാണ് എന്റെ ഒരു അറിവ്. ഈ വെള്ള കളറിലിരിക്കണ ഇഞ്ചി ആകുമ്പോൾ, ഈ വെള്ള കളറിലിരിക്കണ ഇഞ്ചിയാണ് നല്ല ഇഞ്ച, പാലിഞ്ച എന്ന് പറയട്ടെ. നമ്മൾ തൃശ്ശൂർ ഒരു കടയിൽ കിട്ടും. ആവശ്യമുള്ള ഒരു വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അമ്മ എണ്ണ എടുക്കോ തലയിൽ തേക്കാൻ? അപ്പൊ ഇതാണ് നമ്മുടെ പാലിഞ്ച വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെറുപയർ പൊടിയിൽ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കുളിക്കൂട്ടോ. അപ്പൊ ഇത് നമ്മൾ പ്രഗ്നൻസി ലേഡീസ് കുളിക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ബിഫോർ സയൻസ് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മേത്ത് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചകിരി തേക്കുന്ന അതേ പർപ്പസ്, അല്ലെങ്കിൽ നമ്മൾ സ്ക്രബ് ഉപയോഗിക്കുന്ന അതേ പർപ്പസ് ഇതിന് കിട്ടും. അപ്പൊ ഇത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പൊ ഇത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചകിരിക്ക് പകരം ആയുർവേദമായിട്ട് ഇത് ഉപയോഗിക്കാം. നമ്മുടെ കാച്ചിയ വെളിച്ചെണ്ണ കേട്ടോ. വീട്ടില് എന്റെ അമ്മമ്മ കാച്ചിയ വെളിച്ചെണ്ണയാണ്. ഇതാണ് ഞാൻ തലയിൽ യൂസ് ചെയ്യുന്നത്. പ്രഗ്നൻസി ജേണിയിൽ ഞാൻ ഇതാണ് തലയിലേക്ക് ഉപയോഗിക്കുന്നത്. എന്റെ മുടിയാണെങ്കിൽ സ്മൂത്തിങ് ചെയ്തിട്ട് ഭയങ്കര മോശമായിട്ട് ഉള്ളൊക്കെ പോയി എടുക്കായിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പതിയെ അതിലേക്ക് പഴയ മുടിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എന്തിട്ടൊക്കെ ചേർത്ത് ഇപ്പൊ തണവായതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നല്ല തണവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ അടിയിൽ കുറച്ച് കഷ്ടമായിട്ടിരിക്കുന്നത്. ഇത് മോളുള്ളതാണ് എണ്ണയുടെ കളർ ഇട്ടാ. അപ്പൊ ഇതിൽ എന്തൊക്കെ ചേർത്ത് കാച്ചിയണം മാമ? ഒരു മിനിറ്റ് കേട്ടാ, മൈക്ക് ഇങ്ങോട്ട് ഞാൻ മൈക്ക് പിടിച്ചുതരാം. ചിലപ്പോ കേക്കില്ല. കഞ്ഞുണ്ണി, കറ്റാർവാഴ, പിന്നെ പുളിഞ്ഞരമ്പ്, കുരുമുളക്, അതൊക്കെ ഇട്ട് ചെത്തിപ്പൂവ്, മരുന്ന് ചെത്തി, കരിഞ്ചീരകം, ചെത്തിപ്പൂവ്,
അങ്ങനെ കുറെ ഐറ്റംസ് മരുന്ന് ചെത്തിയിലെ പൂവ് കുറെ ഐറ്റംസ് ഇട്ടിട്ടുണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ആട്ടി എണ്ണ വേവിച്ചേക്കണം. ആട്ടി വെളിച്ചെണ്ണ വാങ്ങിച്ച് കാച്ചി ചുമ ജലദോഷമൊന്നും വരാതിരിക്കാൻ. കഫക്കെട്ട് ഇതൊന്നും വരില്ല അത് തേച്ചാ. അമ്മാമ്മയാണ് ഇത് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ എണ്ണ വേണ്ടവര് വേണമെങ്കിൽ അമ്മാമ്മനെ സമീപിച്ചു കഴിഞ്ഞാല് അമ്മാമ്മ ഉണ്ടാക്കി തരും. പൈസ കിട്ടും, പൈസ അയച്ചു കൊടുത്തോളൂ കേട്ടോ അമ്മാമ്മക്ക്. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ഇതൊക്കെ തെച്ചിട്ടാണ് നമ്മൾ തലയിൽ നിൽക്കുന്നത് കേട്ടോ. നല്ല ഹെയർ ലോസിന് എനിക്ക് നല്ല മാറ്റം ഈ എണ്ണ യൂസ് ചെയ്തതിന് ശേഷം. പക്ഷെ ഞാൻ ഒന്നരടെ യൂസ് ചെയ്യാറുള്ളൂ, കാരണം എനിക്ക് പേടിയാണ് തല കുളിക്കാനായിട്ടാ. അപ്പൊ ഞാൻ ഒന്നരടാണ് തല കുളിക്കുക. പണ്ടത്തെ ആൾക്കാർ എന്നും വേഴ്ച തെച്ച് പൊത്തി കുളിക്കണം എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ അത് ചെയ്യാറില്ല. പിന്നെ താളിയിട്ട് കുളിക്കാൻ വെച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പക്ഷെ ഞാൻ ഉള്ളിലാണ് കുളിക്കുന്നത്. നമ്മൾ പുറത്തൊക്കെ കുളിക്കുകയാണെങ്കിൽ താളിയിട്ട് കുളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫാർ ബെറ്റർ ആയിരിക്കും. വെളിച്ചിട്ടിട്ട് ഞാനിപ്പോ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയാറാണ് ഈ എണ്ണ പതിവ്. അപ്പൊ കുളിക്കാനായിട്ട് നമ്മള് വെള്ളം യൂസ് ചെയ്യുന്നത് നമ്മൾ ആയുർവേദത്തിന്റെ കൂട്ടിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തൃശ്ശൂർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിലെല്ലാം ഇത്തിപ്പട്ട, അരയാമ്പട്ട, അത്തിപ്പട്ട, രാമച്ച, മഞ്ഞൾ, പുതുതായ 15ഓളം മരുന്നുകൾ യൂസ് ചെയ്തിട്ടുള്ള ഈ കൂട്ടാണ് ഇത് നമ്മൾ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ അമ്മാവൻ തന്നെ പല ഇലകളാണ്, മാവിന്റെ ഇല, പ്ലാവിന്റെ ഇല, കരിന്തച്ചി, പിന്നെ എന്നിട്ട് അമ്മാവൻ ഉങ്ങ്, പിന്നെ കുരുമുളകിന്റെ ഇല, പട്ട, ചകിരി, ചിരട്ട, ഇത് ഇത്രയും സാധനങ്ങൾ വെള്ളത്തിലിടാറുണ്ടോ? ഇത്രയും സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ടിട്ട് തോമരായി അങ്ങനെ കുറെ സാധനങ്ങൾ അമ്മ ഇട്ടിട്ടുള്ള വെള്ളമാണ് എനിക്ക് മുമ്പ് തരാറ്. കൂട്ട് നമ്മൾ ഈ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പൊ അത് നമ്മൾ നാട്ടിൻ പുറത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സുഖമായിട്ട് ഇത് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് മേടിക്കണമെന്നില്ല, അതാവും കുറച്ചും കൂടി ഹെൽത്തി ഇട്ടാ. കുറെ ഇലകളും ഈ ചിരട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ കുളിക്കുന്നത്. അത് കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. ഇപ്പൊ നമ്മൾ ആ സാധനങ്ങൾ എന്ന് പറഞ്ഞില്ലല്ലോ, ഇപ്പൊ അതൊന്നും പറഞ്ഞില്ല. നമ്മളിപ്പോ ഈ വെള്ളമാണ് കുളിക്കുന്നത്. ഇപ്പൊ ടൗണിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു ഇത് വെള്ളക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് സാധനം വാങ്ങാൻ കിട്ടും. ഫുള്ള് മരത്തിന്റെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സാധനങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് നമ്മൾ കിഴി കെട്ടു അല്ലെ, തുണിയില് തോളത്തിന്റെ തുണിയില് ഈ സാധനം ഇട്ടിട്ട് കിഴി കെട്ടിയിട്ട് വെള്ളം തിളപ്പിക്കും. 50 ഗ്രാം എടുത്തിട്ട് 20 ലിറ്റർ വെള്ളത്തിൽ അമ്മമ്മയാണ് എല്ലാം ചെയ്യാനായിട്ട്. ഇതൊക്കെ ഒരു ദിവസം കാണിച്ചതാ ഞങ്ങളുടെ വീഡിയോയിലേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതിട്ടാ. അമ്മ അത് കാണിച്ചു. 20 ലിറ്റർ വെള്ളത്തില് 50 ഗ്രാം ഈ സാധനം ഇട്ടിട്ട് കിഴി കെട്ടി വെള്ളത്തിലിടും. എന്താ തിളയ്ക്കും. അപ്പൊ ഈ വെള്ളത്തിന്റെ കളർ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും. ഞാൻ കുളിക്കുന്ന വെള്ളത്തിന്റെ കളർ കാണിച്ചു തരാം. കമൺ, നിങ്ങൾ എടുക്കണമെന്നില്ല കേട്ടോ. ഇങ്ങനത്തെ നോർമൽ ബക്കറ്റിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതാണ് വെള്ളത്തിന്റെ കളർ വരുന്നത്. കണ്ടോ, നല്ല ചൂടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചൂട് നല്ലപോലെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈക്കിടാൻ പറ്റി എനിക്ക്. അല്ലെങ്കിൽ സ്ഥലത്തിൽ കൈക്കിടാൻ പറ്റില്ല ഗൈസ്. അത്രയ്ക്ക് നല്ല തിളച്ച വെള്ളമാണ് പതിവ്. നിങ്ങളപ്പോ വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവുന്നത്. അല്ലതൊരു നീണ്ടൊരു പ്രോസസ് തന്നെയാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രസവരക്ഷയ്ക്ക് പോയപ്പോ അവിടെ നിന്ന് മേടിച്ചതാണ്. അല്ലെങ്കിൽ ഞാൻ നീമിന്റെ ഫേസ് പാക്ക് ആണ് ഇട്ടാറ്. ഇത് ഫുൾ ആയുർവേദമാണ്. ഞാൻ ഒന്നും കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല. തലയിൽ മാത്രം ചെറുതായിട്ട് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് മാത്രം ഉണ്ടാവും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം നിങ്ങൾ താളി യൂസ് ചെയ്യണമെങ്കിൽ, ചെമ്പരത്തിയുടെ താളി യൂസ് ചെയ്യണമെങ്കിൽ അതാണ് ബെറ്റർ നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ചെമ്പരത്തി താളി പൊടിപ്പിച്ചതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് പറ്റാത്തവരാണെങ്കിൽ അത് വാങ്ങിച്ചിട്ടാണെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഇരട്ടി മധുരാണ്. ഇരട്ടിമധുരം തേനിൽ ചാലിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് തേനുണ്ട് നടത്താനൊക്കെ ഉണ്ടെങ്കിൽ അത്തിമധുരം തേനും കൂടി മുഖത്തിട്ട് അതിന് മുമ്പ് പറയേണ്ടതാണ്. ഇത് സോറി, ഞാൻ മറന്നുപോയി. ഇത് നാൽപ്പാമര എണ്ണയാണ് കേട്ടോ. ഞാൻ മുഖത്ത് തേക്കുന്ന നാൽപ്പാമര എണ്ണയാണ്. മുഖത്ത് നല്ലപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു എണ്ണയാണ്. നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പാമര എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഇതാണ് നാൽപ്പാമരത്തിന്റെ എണ്ണ. ഞാൻ ഇത് യൂസ് ചെയ്ത് ഇത്രയ്ക്കായി കേട്ടോ. ഇനി കുറച്ചും കൂടി യൂസ് ചെയ്യുന്നത് കുറച്ചെടുത്തിട്ട് നമ്മൾ മുഖത്ത് നന്നായി പരട്ടിയിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ മസാജിങ് ടെക്നിക്സ് ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് കുറച്ചെടുത്തിട്ട് നല്ലപോലെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇപ്പൊ ഞാൻ ഈ എണ്ണയാണ് ഞാൻ മോയ്സ്ചറൈസർ പകരമായിട്ട് ഇപ്പൊ ഇതാണ് യൂസ് ചെയ്യുന്നത്. വേറെ മോയ്സ്ചറൈസർ ഉണ്ണിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാറില്ല. പ്രഗ്നൻസിയിലും കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് മാത്രം ഇടയ്ക്ക് വിലപ്പോഴും. അതുകൊണ്ട് ഇപ്പൊ എന്റെ ചുണ്ടിങ്ങനെ വരണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾ വിചാരിക്കണേക്കാൾ അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചുണ്ടിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഈ വെളിച്ചെണ്ണയാണ് ഞാൻ മുഖത്ത് തേക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മളിത് തേനിലാണ് ഇത് ബെസ്റ്റ് ഞാൻ ഇപ്പോഴും പറയാണ്. പക്ഷെ ഞാനിപ്പോ തേക്കുന്നത് തൈര് മിക്സ് ചെയ്താട്ടോ. തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ തൈരിന് മണം ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. തൈരിന് പകരം നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം. കുഴപ്പമില്ല, റോസ് വാട്ടർ നല്ലതാണ്. ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ നറുതേനാണ്. നറുതേന യൂസ് ചെയ്യാം. നമ്മുടെ നറുതേന ഉണ്ട്, പക്ഷെ നമ്മളത് മുഖത്ത് യൂസ് ചെയ്യാൻ എക്സ്പെൻസീവ് ആണല്ലോ. നമുക്കത് കഴിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയതുകൊണ്ട് നമ്മൾ തൈരാണ് മുഖത്ത് യൂസ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത്. തൈരും ടോക്കൻസ് നല്ല ടോക്കാണ്. തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തൈരാണ് ഇതിന് എടുക്കുന്നത് കേട്ടോ. തൈര് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഇത് തേച്ച് കഴിഞ്ഞാൽ റോസ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് തേച്ചിട്ട് പിന്നെ ഞാൻ ഇത് പാക്കായിട്ട് ഇട്ടിട്ട് കഴുകി കളയാണ്, വാഷ് ചെയ്യാണ് ചെയ്യാറ് കേട്ടോ. ശരിക്കും എനിക്ക് ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഒരു സ്വർഗത്തിലെത്തിയ പോലത്തെ ഒരു സമയമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കെയർ ചെയ്യാൻ ആൾക്കാരെ, നമ്മുടെ എണ്ണ തേച്ച് തരുന്നു, നമ്മൾ റിച്ച് ലൈഫ്, നമ്മൾ സ്കിൻ കെയർ ഒക്കെ നോക്കി കുറെ ടൈം എടുത്ത് കുളിക്കണം, നമ്മൾ സെൽഫ് കെയറിന്റെ ടൈം ഉണ്ടാക്കുന്നു. നമ്മളിപ്പോ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലേ. ഉണ്ണി കരച്ചിൽ ബഹളം അതൊക്കെ ഒരു വേറെ മോഡാണെങ്കിലും നമ്മൾക്ക് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ കൂടി പറ്റിയ ഒരു അവസരമാണിത്. കാരണം നമ്മുടെ വീട്ടുകാർ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ എനിക്ക് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എണ്ണ തേച്ച് തരാന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രത്യേകത ഫീൽ ആണ് കേട്ടോ. ഞാൻ കറക്റ്റായിട്ട് എൻജോയ് ചെയ്യുന്ന സമയമാണ് ഈ സമയം കേട്ടോ. ഇങ്ങനെ എണ്ണ തേച്ചുള്ള കുളിയും കാര്യങ്ങളൊക്കെ. അല്ല മമ്മി, ഞാൻ എന്നും കുളിക്കൂലേ? എണ്ണ തേച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ കുളിക്കും. അതൊന്നും പറയാത്തേ. എണ്ണ തേച്ച് കുളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല എനിക്ക്. പിന്നെ ഞാൻ കാലത്ത് നേരത്തെ എണിക്കും, ഓരോ 2 മണിക്ക് എണിക്കും. എന്നിട്ട് ഞാൻ ചോറ് വെക്കും, കറി വെക്കും, അമ്മാമയ്ക്കുള്ള വെള്ളം തിളപ്പിച്ച് വെക്കും.
അല്ല അമ്മമ്മ, അമ്മമ്മനെ നോക്കും, അമ്മമ്മക്ക് ചായ ഉണ്ടാക്കി കൊടുക്കും, എന്നിട്ട് ഞാൻ ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കാറുള്ളൂ. ഇതൊക്കെ നോക്കിയിട്ട് അമ്മമ്മ ഒന്നും പറയാത്തെ. അങ്ങനത്തെ വീഡിയോ നീ കണ്ടിട്ടില്ലേ?